എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പ്രശസ്ത സാഹിത്യകാരനായ ശ്രീ അക്ബർ കക്കട്ടിലിൻ്റെ ഒരു ചെറുകഥ കേൾക്കാം. കഥ ഒരു പുതിയ തത്വശാസ്ത്രം. നമുക്ക് കഥ കേൾക്കാം. അയാൾ അന്ന് അങ്ങേയറ്റം സന്തോഷവാനായിരുന്നു. പറ്റുകടയിൽ കൊടുക്കാനുണ്ടായിരുന്ന പണം മുഴുവൻ കൊടുത്തു തീർത്തു. 3-4 മാസമായി ഒന്നും കൊടുത്തിരുന്നില്ല. സാധനങ്ങൾ വാങ്ങാൻ ചെല്ലുമ്പോൾ ദാസേട്ടൻ്റെ മുഖം ബലൂൺ പോലെ വീർത്തു വരുന്നത് അയാൾ കണ്ടില്ലെന്ന് നടിക്കുകയായിരുന്നു. ഇടയ്ക്ക് അർത്ഥം വെച്ച് ദാസേട്ടൻ പറയുന്ന വാക്കുകൾ കേട്ടില്ലെന്ന് നടിച്ചു. ഒരിക്കൽ മാത്രം അയാൾക്ക് ചെറുതായി ഒന്ന് പ്രതികരിക്കേണ്ടി വന്നിട്ടുണ്ട്. അത് അരിശത്തോടെയായിരുന്നില്ല, സങ്കടത്തോടെയായിരുന്നു. അയാൾ അരിയും ചില്ലുവാനും വാങ്ങാൻ കടയിലേക്ക് അടുക്കുമ്പോൾ ദാസേട്ടൻ ആരോടെന്നില്ലാതെ പറഞ്ഞു, കുടിക്കാൻ എത്ര കാശ് വേണമെങ്കിലും പലരുടെ അടുത്തുമുണ്ട്, എന്നാൽ തിന്നുന്ന കാശ് അത് പോക്കാം. കണക്ക് ബുക്കിൽ അക്കങ്ങൾ പെരുകി സഹികെട്ട ഏതോ നിമിഷത്തിലാണ് ദാസേട്ടൻ അത് പറഞ്ഞത്. നേരിട്ട് പറയാനുള്ള ധൈര്യം ദാസേട്ടനില്ല. കുടിച്ചു കഴിഞ്ഞാൽ അയാൾ എന്താണ് കാട്ടിക്കൂട്ടുകയെന്ന് ആർക്കും പ്രവചിക്കാനാവില്ല. നല്ല മനുഷ്യനാണ്. എത്ര കുടിച്ചാലും ഒരു കുലുക്കവുമില്ലാതിരുന്ന ആൾ. കടം കയറി മുടിഞ്ഞ് സ്വയം വരുത്തിവെച്ച വിനകൾ ഇപ്പോൾ ആരെങ്കിലും ഒരു കാരണമിട്ട് കൊടുക്കുകയേ വേണ്ടൂ. എല്ലാ പിരിമുറുക്കങ്ങളും അങ്ങേരുടെ നേർക്ക് അഴിച്ചുവെക്കും. അന്നെന്തോ ദാസേട്ടൻ അങ്ങനെ ഒരു ആത്മകഥം നടത്തിപ്പോയി. അതിനുശേഷം അത് വേണ്ടിയിരുന്നില്ലെന്ന് തോന്നുകയും ചെയ്തു. ഏതായാലും വായിൽ നിന്ന് വീണു. ആൾ അത് കേട്ടെന്നതും ഉറപ്പ്. ഇനി എന്തും നേരിടുകയേ നിവൃത്തിയുള്ളൂ. അനിഷ്ട സംഭവങ്ങൾ ഒന്നും ഉണ്ടായില്ല. ജനാർദ്ദനൻ പറഞ്ഞു, വല്ലപ്പോഴും ചില ആൾക്കാരുടെ അടുത്ത് എത്തിയാൽ കള്ളു വാങ്ങിത്തരാൻ അവരെത്ര കാശ് വേണേലും ചെലവാക്കും. ബാറിൽ കൊടുക്കുന്ന ബില്ലിലെ തുകയേക്കാൾ ചെറിയ സംഖ്യയ്ക്കായിരിക്കും അയാളുടെ അടുത്ത് വായ്പയ്ക്ക് ചെന്നിരിക്കുക. അപ്പോൾ പ്രാരാബ്ധങ്ങളും ദുഃഖങ്ങളും നിരത്തുകയായി. യാത്ര ബാറിൽ ഇങ്ങനെ അവസാനിക്കും. ജനാർദ്ദനൻ പറഞ്ഞത് ദാസേട്ടന് മനസ്സിലായി. സമവായത്തിലുള്ള ഈ മറുപടി ദാസേട്ടനെ സന്തുഷ്ടനാക്കുകയും ചെയ്തു. ഒരു വലിയ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട ആശ്വാസവും. ആ ലിസ്റ്റിങ് തന്നേക്കൂ ജനു. ദാസേട്ടൻ പുതിയ പ്രശ്നങ്ങൾക്ക് വഴിമരുന്നിടാതെ സാധനങ്ങളുടെ ലിസ്റ്റ് വാങ്ങി പണിക്കാരനെ ഏൽപ്പിച്ചു. പണിക്കാരൻ ലിസ്റ്റിലൂടെ കണ്ണോടിച്ച് അളവും തൂക്കവും തുടങ്ങി. ഇന്ന് ദാസേട്ടൻ്റെ കടം വീട്ടാനായത് ഡോക്ടർ ബാലൻ്റെ സഹായത്തോടെയാണ്. മുംബൈയിലെ വലിയ ആശുപത്രിയിൽ ജോലിയുള്ള ബാലൻ നാട്ടിൽ അവധിക്ക് വന്നതായിരുന്നു. കളിക്കൂട്ടുകാരൻ ചെന്ന് കണ്ട് കഷ്ടപ്പാടുകൾ പറഞ്ഞു. മുഴുവനും പറഞ്ഞിട്ടില്ല, കാൽഭാഗം മാത്രം. കടം കൊടുക്കുന്ന ഭൂരിപക്ഷം പേർക്കും ഒരു മനഃശാസ്ത്രമുണ്ട്. ആൾ തീരെ വീണുപോയെന്ന് തോന്നിയാൽ ചില്ലിക്കാശ് കൊടുക്കില്ല. ഇവൻ ഉയർത്തെണീറ്റ് വരുമെന്ന് തോന്നിയാൽ ഹസ്താവലംബമാവുകയും ചെയ്യും. ബാലൻ പക്ഷേ താൻ തീരെ വീണുപോയെന്നറിഞ്ഞാലും സഹായിച്ചെന്നിരിക്കും. എന്നിട്ടും മുഴുവനും പറഞ്ഞില്ല. ദൂരത്തായതുകൊണ്ട് തന്നെപ്പറ്റിയുള്ള കഥകളെല്ലാം അവൻ്റെ അടുത്ത് എത്തിയിരിക്കാനും വഴിയില്ല. കടം വാങ്ങി കടം വീട്ടുക, അതിൽ അനൗചിത്യമുണ്ടെങ്കിലും താൽക്കാലിക മനസമാധാനമുണ്ട്. അല്ലെങ്കിൽ വേറെന്താണ് വഴി? ഉള്ള സ്വത്തെല്ലാം വിറ്റു തീർന്നു. സുഷമയും 2 കുട്ടികളുമൊത്ത് വാടക വീട്ടിലാണ് താമസം. അവൾ ഒരു DTP സെൻ്ററിൽ ജോലിക്ക് പോയി കിട്ടുന്ന ശമ്പളം മാത്രമാണ് മാസവരുമാനം. നല്ല സമ്പത്തുള്ള വീട്ടിലെ കുട്ടിയായിരുന്നു സുഷമ. കൂടെ പ്രേമിച്ചിറങ്ങിപ്പോന്നു. മനുഷ്യരാണെങ്കിലും ജാതി 2. മകൾക്ക് കഷ്ടപ്പാട് തുടങ്ങും വരെ പിണക്കം നീണ്ടു. വേണ്ടെന്ന് അഭിമാനം വിലക്കിയിട്ടും പരമാവധി സഹായം സ്വീകരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കുട്ടികൾ ടൈയും കെട്ടി സ്കൂൾ ബസ്സിൽ പോകുന്നത്. ഇതൊന്നും വേണ്ടിവരുമായിരുന്നില്ല. ഷീട്ടുകളിയാണ് എല്ലാറ്റിനും കാരണമായതെന്ന് ആളുകൾ പറയുന്നു. പോരാത്തതിന് കള്ളുകുടിയും. നിഷേധിക്കാൻ പോകാറില്ലെങ്കിലും രണ്ടുമാണെന്ന് തോന്നിയിട്ടില്ല. വലിയ കളികൾ തോൽക്കുന്തോറും ബ്ലേഡിനെ ആശ്രയിക്കുകയായിരുന്നു. ഓരോ വീഴ്ചയും കൂടുതൽ വലിയ കുഴികളിലേക്ക് തകർന്ന് ആസൂത്രണമില്ലായ്മയാണ് പ്രശ്നം. അതാണ് സത്യം. ഇനി നാട്ടിൽ ഒരു ബിസിനസ് ഇല്ല. വല്ല വിധേനയും പണമുണ്ടാക്കാൻ സാധിച്ചാൽ തന്നെ ഇവിടുത്തെ അന്തരീക്ഷത്തിൽ അത് പൊക്കിക്കൊണ്ടുവരാനാവില്ല. പിന്നെ ഗൾഫിൽ ഒരു ജോലി. സ്വത്തിനെ ആശ്രയിച്ചു കഴിഞ്ഞ തനിക്കിപ്പോൾ ചിന്തകൾ മാത്രമാണ് സ്വത്ത്. ബാലൻ തന്ന കാശിൽ നിന്ന് ദാസേട്ടൻ്റെ നോട്ടുകൾ എണ്ണിക്കൊടുക്കുമ്പോൾ ജനാർദ്ദനൻ്റെ മുഖത്ത് ഒരു തുടിപ്പ്, ദാസേട്ടൻ്റെ കണ്ണുകളിൽ തിളക്കം. എന്താ ജനു, എന്തോ കോളടിച്ചിട്ടുണ്ടല്ലോ? നോട്ടുകൾ മേശവലിപ്പിലിടുമ്പോൾ ദാസേട്ടൻ ചോദിച്ചു. വീണുപോയതെന്തോ വീണ് കിട്ടിയതെന്തോ. ആമോദമുണ്ട് അയാൾക്ക്. ഒരു ലോട്ടറി അടിച്ചു ദാസേട്ടാ. ജനാർദ്ദനൻ ചിരിച്ചു.
ഇടക്കാലത്ത് വളരെ രഹസ്യമായി അയാൾ ലോട്ടറി ടിക്കറ്റ് എടുക്കാറുണ്ടെന്നുള്ളത് സത്യമാണ്. അയാൾ മാത്രമല്ല, അയാൾ അറിയാതെ സുഷമയും. ദാസേട്ടനോട് ലോട്ടറി അടിച്ചു എന്ന് പറയുമ്പോൾ അയാൾ ഇക്കാര്യം ഓർത്തിരുന്നില്ല. പറഞ്ഞതും ഓർമ്മ വന്നപ്പോൾ എന്തോ ഒരു ഇത്. ദാസേട്ടനും ഒരു പ്രയാസം. ചോദ്യം അസ്ഥാനത്തായിപ്പോയോ? ജനാർദ്ദനന് അത് കൊണ്ടോ? ജനുവിന് എപ്പോൾ എന്ത് സാധനം വേണമെങ്കിലും ഇവിടെ വന്ന് വാങ്ങാം കേട്ടോ. പണമൊന്നും ഒരു പ്രശ്നമല്ല. നമ്മൾ എങ്ങനെ കഴിയുന്നോരാ, അതാ പ്രധാനം. ഒരാവശ്യവുമില്ലാതെ ദാസേട്ടൻ പറഞ്ഞു. അത് പിന്നെ എനിക്കറിയില്ലേ. ഒരു വിജയിയെ പോലെ ജനാർദ്ദനൻ പുറത്തിറങ്ങി. ഇനി മിച്ചമുള്ള കാശിൽ നിന്ന് നന്നായി ഒന്ന് മിനുങ്ങണം. ബാക്കി സുഷമയെ ഏൽപ്പിക്കണം. ദാസേട്ടൻ്റെ കടം വീട്ടിയതറിയുമ്പോൾ സുഷമയ്ക്കും വലിയ സന്തോഷമായിരിക്കും. അവൾ പറയും, ഏതായാലും തൽക്കാലത്തേക്ക് ഒരാശ്വാസമായല്ലോ. ഇന്നലെ അവളെ നന്നായി തല്ലിയതാണ്. സാധാരണ നിലയിൽ അവളും ഇങ്ങോട്ട് പിച്ചുകയും മാന്തുകയും കടിക്കുകയും ചെയ്യും. അപ്പോൾ തൻ്റെ ആക്രമണത്തിന് ശക്തി കൂടും. പ്രത്യാക്രമണമില്ലാത്തതുകൊണ്ട് ഇന്നലെ ശക്തിക്ക് കുറവൊന്നുമുണ്ടായില്ല. അത്രയ്ക്കും ദേഷ്യമുണ്ടായിരുന്നു. ഒന്നാലോചിച്ചാൽ അവൾ പറഞ്ഞതിലും കാര്യമില്ലേ. കഴിഞ്ഞ മാസങ്ങളിലെല്ലാം കിട്ടിയ ശമ്പളത്തിൽ നിന്നും വീട്ടുകാർ കൊടുത്ത തുകയിൽ നിന്നും കുറച്ചു സംഖ്യ വീതം അവൾ തന്നിട്ടുണ്ട്. എന്നിട്ടും ദാസേട്ടൻ്റെ കടയിൽ ഒന്നും കൊടുത്തില്ല. കളിച്ചും കുടിച്ചും മതിയായില്ലേ നിങ്ങൾക്ക്? എൻ്റെയും കുട്ടികളുടെയും തലവിധി. അവൾ കരയാൻ തുടങ്ങുകയായിരുന്നു. ദാസേട്ടൻ റോഡിൽ വെച്ച് കണ്ടപ്പോൾ പറഞ്ഞിരുന്നത്രേ, 3-4 മാസത്തെ കണക്കുണ്ട്. ജനുവിനെ ഒന്ന് ഓർമ്മിപ്പിക്കണേ. അപ്പോഴാണ് അവൾ വിവരമറിയുന്നത്. അതിൽ പിടിച്ചാണ് വർത്തമാനത്തിൽ തീ കയറിയത്. തൻ്റെ ഒരവസ്ഥ എന്താണിവൾ ഓർക്കാത്തത്? ഉള്ള കാലത്ത് രാജകുമാരിയെ പോലെയല്ലേ കൊണ്ടു നടന്നത്? ആഴ്ചയിൽ വലിയ ഹോട്ടലിൽ നിന്നൊരു ഊണ്, സിനിമ, മാസത്തിലൊരിക്കൽ നഗരത്തിലേക്കൊരു യാത്ര, ഇഷ്ടം പോലെ വസ്ത്രങ്ങൾ, ആഭരണങ്ങൾ. ഒരു തകർച്ചയുണ്ടായത് ശരിയാണ്. അത് അവളും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടേ? എത്ര നല്ല നിലയിൽ ജീവിച്ച ആളാണ്. എത്ര താഴത്തേക്ക് വന്നാലും തനിക്കും ഉണ്ടാവില്ലേ ചില്ലറ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും. കൊടുത്തു കരണക്കുറ്റിക്ക് തന്നെ ഒന്ന്, പിന്നെ പെരടിക്ക് നടുപ്പുറത്ത്. കുട്ടികൾ കൂട്ടനിലവിളി നടത്തിയപ്പോഴാണ് അടങ്ങിയത്. അല്ലേ, വേണ്ടാത്ത ഓരോന്ന് പറഞ്ഞ് ഈ കുട്ടികളുടെ മുമ്പിൽ വെച്ച് സീൻ ഉണ്ടാക്കണോ? ഇവൾക്ക് എന്തു പറ്റി? ഇന്നെല്ലാം അടങ്ങും. കടം തീർത്തില്ലേ? ശാന്തമായ കടൽ പോലെ ആവും വീടിൻ്റെ അന്തരീക്ഷം. ഇതിനു വേണ്ടിയാണ് പുലർച്ചെ എല്ലാവരും ഉണരും മുമ്പ് വീട്ടിൽ നിന്നിറങ്ങിയത്. തൊട്ടടുത്ത് ഒരു സ്കൂട്ടർ വന്ന് നിന്നപ്പോൾ ജനാർദ്ദനൻ തല ഉയർത്തി. മോഹനനാണ്, കോൺട്രാക്ടർ, സുഹൃത്ത്. കണ്ടിട്ട് കുറച്ചായല്ലോ, സ്ഥലത്തുണ്ടായിരുന്നില്ലേ? മോഹനൻ കുശലൻ ചോദിച്ചു. കുറച്ച് തിരക്കിലായിരുന്നു, അയാൾ പറഞ്ഞു. പിന്നെ മോഹനൻ ഇങ്ങോട്ടെന്തെങ്കിലും ചോദിക്കും മുമ്പ് മോഹനൻ എങ്ങോട്ടാ? ക്ലബിലേക്ക്. ഞാനും വരുന്നു. മോഹനൻ ഒന്നും വല്ലാതായെന്ന് തീർച്ച. ഒരു കാലത്ത് താൻ ക്ലബിലേക്ക് ചെല്ലേണ്ടത് ഏവരുടെയും ഒരാവശ്യമായിരുന്നു. ഇപ്പോൾ അങ്ങോട്ട് ചെല്ലുന്നത് പേടിയാണ്. പക്ഷേ ഷീട്ടുകൾ ഇപ്പോഴും തന്നെ അങ്ങോട്ട് മാടി വിളിക്കുന്നു. ക്ലബിൽ ചെന്ന് കളിയും കുടിയും ബഹളവും കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ ഇലക്ട്രിക് ബൾബുകൾ പൊലിഞ്ഞു കത്തുകയായിരുന്നു. പോക്കറ്റ് തപ്പി നോക്കി. 2-3 രൂപ ബാക്കിയുണ്ട്. ദാസേട്ടൻ്റെ പണം കൊടുത്തത് പറയാനും ബാക്കിയുണ്ട്. അകത്തേക്ക് കയറുമ്പോൾ അയാൾ അന്തം വിട്ടു. സോഫയിൽ അപ്പച്ചൻ, അളിയൻ, അമ്മായിയമ്മ, തെല്ലുമാറി സുഷമ. പ്രതിയെ കാത്തിരിക്കുന്ന കോടതിയുടെ പ്രതീതി. അപ്പച്ചൻ വയസ്സനായി, ഒരു തൊണ്ടാണ്. അളിയൻ തളർച്ചവാദം പിടിപെട്ട് കിടപ്പും ചികിത്സയും കഴിഞ്ഞ് നേരാംവണ്ണം നടന്നു തുടങ്ങിയിട്ടില്ല. എല്ലാവരെയും ഏറെ കാലത്തിന് ശേഷം കാണുകയാണ്. ആ, എല്ലാവരും ഉണ്ടല്ലോ. ജനാർദ്ദനൻ ലോഹ്യം കാട്ടി. അയാൾ ആടുന്നുണ്ട്, വാക്കുകൾ കുഴയുന്നുമുണ്ട്. എന്താ നിന്റെ ഭാവം? അപ്പച്ചൻ ചോദിച്ചു. കരണത്ത് ഒന്ന് തരും പോലെ. പെട്ടെന്ന് ശബ്ദത്തിൽ പ്രായത്തിൻ്റെ വിറയലൊപ്പം ദേഷ്യത്തിൻ്റെയും. ഭാര്യയെയും മക്കളെയും കഷ്ടപ്പെടുത്താൻ തന്നെയാ തീരുമാനിച്ചിരിക്കുന്നത്. പോരാത്തതിന് തല്ലും തുടങ്ങിയിട്ടുണ്ട് ഇല്ലേ? പലരും പറഞ്ഞു. അളിയൻ്റെ വക. ജനാർദ്ദനൻ ചൂടാവുകയായിരുന്നു. ഓഹോ, അപ്പോൾ രണ്ടും കൽപ്പിച്ചുള്ള വരവാണ്. എന്നാൽ രണ്ടിലൊന്ന് അറിഞ്ഞിട്ട് കാര്യം. എൻ്റെ ഭാര്യയെ ഞാൻ തല്ലും, നീ ആരാടാ ചോദിക്കാൻ? അയാൾ അലറി. എന്നാൽ ഒന്ന് തല്ലിയാട്ടെ, അതൊന്നു കാണണമല്ലോ. അയാൾ പിന്നെ ഒന്നും ആലോചിച്ചില്ല. നേരെ സുഷമയുടെ അടുത്തേക്ക് പാഞ്ഞു ചെന്ന് കവിളടക്കി ഒറ്റ അടിയായിരുന്നു. എല്ലാവരും സ്തംഭിച്ചുപോയി. ജനാർദ്ദനൻ ശ്രദ്ധിച്ചു. ഒന്നും സംഭവിക്കുന്നില്ല. എല്ലാ കണ്ണുകളും തന്നിലേക്ക്. അയാളെ ഞെട്ടിച്ചുകൊണ്ട് സുഷമ പറഞ്ഞു, ഇതെന്നും പതിവാ. സഹിച്ച് നിവൃത്തിയില്ലാതായപ്പോഴാ ഞാൻ പറഞ്ഞത്. അവൾ ഏങ്ങി കരഞ്ഞു. അയാൾ വല്ലാതെ തളർന്നുപോയി. ഇവളും കൂടി ഒത്തുള്ള ഒരു കളിയാണിത്. സ്വയം സാക്ഷി പറയാൻ അവൾ എത്തിയിരിക്കുന്നു. എൻ്റെ കാല് തളർന്നു പോയത് കൊണ്ടല്ലേ നീ ഇത് ഞങ്ങളുടെ കൺമുന്നിൽ വെച്ച് ചെയ്യാൻ ധൈര്യപ്പെട്ടത്? അളിയൻ
കരച്ചിലിൻ്റെ വക്കത്തായിരുന്നു. വാക്കുകൾ ശരിക്കും പുറത്തേക്ക് വരുന്നില്ല. ജനാർദ്ദനൻ്റെ തളർച്ച ഉന്മേഷമായി മാറി. ഹീറ്ററിൽ എന്ന പോലെ ചോര തിളച്ചു. മറിച്ചാടാ കാര്യം, നിന്റെ കാലിന് സുഖമുണ്ടായിരുന്നുവെങ്കിൽ 2 കാലും ഞാൻ തല്ലിയൊടിക്കുമായിരുന്നു. അയാൾ അട്ടഹസിച്ച് ചിരിച്ചു. ഇനി ഇവിടെ നിൽക്കണ്ട, വാ പോവാം. വടിയും കുത്തിപ്പിടിച്ച് അപ്പച്ചൻ എഴുന്നേറ്റു. അമ്മായിയമ്മ അയാൾക്ക് താങ്ങായി. വാ മോളെ, അമ്മായിയമ്മ സുഷമയെ വിളിച്ചു. കുട്ടികളെയും കൂട്ടി വേഗം ഇറങ്ങ്. അത് മനസ്സിലിരിക്കട്ടെ. ജനാർദ്ദനൻ വീണ്ടും പാളി. അവൾ അവിടെയും വരുന്നില്ല, അവൾ എൻ്റെ ഭാര്യയാ. പക്ഷേ സുഷമ പറഞ്ഞു, ഞാൻ പോവുകയാ. അയാൾ അവളുടെ തുളുമ്പിയ കണ്ണുകളിലേക്ക് നോക്കി. അവൾ കണ്ണുകൾ പിൻവലിച്ചു. പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു. അയാളെ അമ്പരപ്പിച്ചുകൊണ്ട് സുഷമയും കുട്ടികളും അവരുടെ കൂടെ ഇറങ്ങിപ്പോയി. ഒറ്റയ്ക്കായപ്പോൾ ജനാർദ്ദനന് ഉറക്കെ കരയണമെന്ന് തോന്നി, പൊട്ടിച്ചിരിക്കണമെന്ന് തോന്നി, എല്ലാം തകർക്കണമെന്ന് തോന്നി. അയാൾ അലറിക്കരഞ്ഞു, ആർത്തു ചിരിച്ചു. സ്വയം ശാന്തനായപ്പോഴാണ് അയാൾക്ക് വെളിപാടുണ്ടായത്. ഞാൻ എൻ്റെ ഭാര്യയെ തല്ലുന്നത് എൻ്റെ കാര്യം. ഭാര്യ എന്ന് പറഞ്ഞാൽ നല്ല പകുതിയാണ്. സുഖവും സന്തോഷവും മാത്രമല്ല, വേദനയും അരിശവും ഇറക്കി വയ്ക്കേണ്ടത് ആ പകുതിയിലാണ്. അവൾക്കിങ്ങോട്ടും അങ്ങനെ തന്നെ. അതുകൊണ്ടല്ലേ ദേഷ്യം വരുമ്പോൾ അവൾ തന്നെ പിച്ചുകയും മാന്തുകയും കടിക്കുകയും ചെയ്യാറുള്ളത്. വേറൊരു പുരുഷനെ അവളിങ്ങനെ ചെയ്യുമോ? അപ്പോൾ ദാമ്പത്യമെന്ന് പറയുന്നത് ഞങ്ങൾക്കിടയിലെ ഇടപാടാണ്. പിന്നെ എന്തിന് എന്നെ വെല്ലുവിളിച്ച് എൻ്റെ ഭാര്യയെ തല്ലിച്ചു? എൻ്റേതായ കാരണങ്ങൾ കൊണ്ട് ഞാൻ അവളെ തല്ലും പോലെ അല്ലല്ലോ ഈ കേസ്. അതെ, അവർ വന്ന് പ്രകോപനമുണ്ടാക്കി എന്നെക്കൊണ്ട് സ്വന്തം ഭാര്യയെ തല്ലിച്ചിരിക്കുന്നു. ഇത് വെറുതെ വിട്ടുകൂടാ. അയാൾ ഒരു ദൃഢനിശ്ചയത്തോടെ ഒരു ശബ്ദതരംഗം പോലെ സുഷമയിലേക്ക് പാഞ്ഞു. ഇതോടെ ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു. പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ മൈ ചാനൽ. നന്ദി, നമസ്കാരം.